ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വൻപയറും തക്കാളിയും ചേർത്തിട്ടുള്ള ഒരു നാടൻ ഒഴിച്ചുകറിയാണ്. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള കറിയാണിത്. അപ്പോൾ ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നാടൻ കറി എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ വൻപയർ കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/2 കപ്പ് വൻപയർ 1 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ഇതിലേക്കായിട്ട് ഒരു 4-5 ഉള്ളി വറവിടാനായിട്ടാണ്. അതുപോലെ തന്നെ കറിവേപ്പില, പച്ചമുളക് 3 എണ്ണം, ഒരു വലിയ തക്കാളി, ചെറിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം എടുക്കാം, ഒരു ചെറിയ സവോള, വലിയ സവോളയല്ല കേട്ടോ, ചെറിയ സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് പയറല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ചെറിയ സവോള എടുത്തത്. നിങ്ങൾക്ക് സവോള കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസും പിന്നെ നമ്മുടെ പൊടികളുമാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പയർ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിൽ ഒരു 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. എന്താണെന്ന് വെച്ചാൽ പയർ കുക്കായി കിട്ടിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പയർ ആദ്യം കുക്കായി വരട്ടെ. ഞാനിപ്പോൾ 3 പ്രാവശ്യം കഴുകി വെച്ചിരിക്കുന്ന പയറാണ്. ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് കുക്ക് ചെയ്യാൻ വയ്ക്കുന്നേ ഉള്ളൂ, വേറെ ഒന്നും അതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ പയർ കുക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞു. ഇതിലേക്ക് നമുക്കിനി തേങ്ങ അരയ്ക്കാനുള്ളത് എടുക്കാം. ഞാനിപ്പോൾ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. 1.25 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുക്കാൻ പോകുന്നത്. പച്ചമുളക് നമുക്ക് പയറിൻ്റെ കൂടെ ചേർത്ത് വേവിക്കാം, ഇല്ലെങ്കിൽ തേങ്ങയുടെ കൂടെ ചേർത്ത് അരച്ചെടുക്കാം. തേങ്ങയുടെ കൂടെ ചേർത്ത് അരച്ചെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അരഞ്ഞു കിട്ടും, നമ്മുടെ കറിക്ക് ഒരുപോലെ തന്നെ എരിവുണ്ടാവുകയും ചെയ്തോളും. പയറിൻ്റെ കൂടെ ചേർത്ത് വേവിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ കറി കഴിക്കുമ്പോൾ നമ്മുടെ പച്ചമുളക് എടുത്ത് മാറ്റേണ്ടി വരും. ഇതാകുമ്പോൾ അരഞ്ഞ് ചേർന്നോളുമല്ലോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ അരയ്ക്കുന്നത്. നിങ്ങൾക്ക് രണ്ടിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും തീരുമാനിക്കാം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ തേങ്ങ പച്ചമുളക് ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് തന്നെ നമ്മുടെ തക്കാളിയും സവോളയും ഒന്ന് മുറിച്ചെടുക്കാം. നമുക്ക് ഞാൻ ചട്ടിയിലാണ് തക്കാളിയും സവോളയൊക്കെ ബാക്കി ചെയ്യാൻ പോകുന്നത്. പയർ മാത്രമേ കുക്കറിൽ വേവിക്കുന്നുള്ളൂ, വേഗം വേവാനായിട്ട്. അപ്പോൾ ഇനി തക്കാളിയും സവോളയും കട്ട് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ പയർ കുക്കായി, പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഞാനിപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കുക്കറിലോ നോൺ സ്റ്റിക്ക് പാനിലോ തന്നെ ചെയ്യാം കേട്ടോ ഈ ഒരു പ്രോസസ്സ്. ഞാനിപ്പോൾ ചട്ടിയിൽ ചെയ്യുന്നതേ ഉള്ളൂ, കുറച്ച് എളുപ്പത്തിൽ കാണാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച സവോള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി സവോള ഒന്ന് നന്നായിട്ട് കുക്കായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്കൊന്ന് സവോള ട്രാൻസ്പെറൻ്റ് ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം വേണം നമ്മുടെ പൊടികളൊക്കെ ചേർക്കാൻ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരപ്പിലൊന്നും പൊടികൾ ചേർത്തിട്ടില്ലല്ലോ. ഈ സവോള വഴറ്റി കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊടികൾ ചേർക്കുക. അപ്പോൾ സവോള ഒന്ന് കുക്കായി വരട്ടെ. സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പയറിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ. ഇനി നമ്മളിതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് തുടങ്ങാം. നമ്മൾ പയറിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താണ് വേവിച്ചത്. ഇതിലേക്കും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതുപോലെ തന്നെ നമ്മുടെ അരപ്പിന് എരിവുള്ളതുകൊണ്ട് ഒരു കളറിന് വേണ്ടി മാത്രം ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുക്കായി വരാനായിട്ട്. അപ്പോൾ ഞാൻ തക്കാളി ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു തക്കാളി വലിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തു. നിങ്ങൾക്ക് നീളത്തിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യാം. പിന്നെ തക്കാളി ഒരുപാട് ഉടഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കണം കേട്ടോ നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ ഉടഞ്ഞു പോകുന്ന രീതിയിലല്ല ചേർക്കുന്നത്, അതുകൊണ്ട് ആ സ്റ്റേജ് ആകുമ്പോൾ പറയാം. പിന്നെ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. നമ്മുടെ പൊടികൾ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചേർക്കേണ്ട സ്റ്റേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ തക്കാളി ഒന്ന് കുക്കായി വരുമ്പോൾ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ പല റെസിപ്പികളിലും പറയാറുള്ളതാണ്, പൊടികളും തക്കാളിയും ഒക്കെ വേഗം കുക്കായി ഉടഞ്ഞു കിട്ടാനായിട്ട് എളുപ്പവഴി എങ്ങനെയാണെന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ അധികം ഓവറായിട്ട് കുക്ക് ചെയ്യുന്നില്ല. തക്കാളി ഒന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ പയറിലും അരപ്പിലും വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ
അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഈ കറിക്ക്. ഒരു മീഡിയം തിക്നെസ്സോടുകൂടി റെഡിയാക്കുകയാണ് നല്ലത്. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർക്കാം. അപ്പോൾ ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അധികം വെള്ളം ചേർത്തല്ല ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി അരപ്പിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് അരപ്പൊന്ന് ചൂടായി വരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വഴറ്റിയിട്ട് പയർ കുക്കറിലേക്ക് ഇട്ടിട്ട് കുക്ക് ചെയ്യാൻ പാടില്ലേന്ന് ചോദിക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അരപ്പ് പിരിഞ്ഞു പോവും ഓവറായിട്ട് തിളച്ചിട്ട്. അതുപോലെ തന്നെ പയർ കുക്കായി വരുമ്പോഴത്തേക്ക് തക്കാളിയൊക്കെ വല്ലാതെ ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഉപ്പ് നമുക്ക് ചെക്ക് ചെയ്യേണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പയറും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം. പയറിൻ്റെ ഉപ്പും കൂടി വരുമ്പോൾ ഉപ്പ് കറക്റ്റ് ആയിരിക്കും. അരപ്പ് തിളച്ചു പോകരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് വെള്ളം ചേർക്കേണ്ട. അരപ്പിന് നന്നായിട്ടൊന്ന് ആവി വരുമ്പോൾ നമ്മുടെ പയർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറി പുട്ടിൻ്റെ കൂടെ കഴിക്കാം, അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. നമുക്ക് പല രീതിയിലും എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന കറിയാണിത്. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അധികം ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഒരു സോളയും തക്കാളിയും കുറച്ച് പയറും തേങ്ങയും ഉണ്ടെങ്കിൽ നമുക്ക് കറി വേഗത്തിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പിൽ നിന്ന് നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് പയർ ചേർക്കുകയാണ്. പയറങ്ങോട്ട് ഓവറായിട്ട് ഉടഞ്ഞു പോയിട്ടില്ല, കുക്കായി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഉടഞ്ഞു പോകുന്ന രീതിയിൽ കുക്ക് ചെയ്തെടുക്കേണ്ട. കണ്ടോ, ആവശ്യത്തിന് ഗ്രേവി ഉള്ളൂ, ഓവറായിട്ട് ലൂസായിട്ടുള്ള ഗ്രേവി അല്ല. ഇതുപോലൊരു മീഡിയം കൺസിസ്റ്റൻസിയിൽ നിൽക്കണം ഗ്രേവി. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ. വീണ്ടും നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നന്നായിട്ടൊന്ന് ആവി വരണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ പയറിലേക്ക് ഈ മസാലകളൊക്കെ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് പിടിച്ചു വരണമല്ലോ. ഇത് ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അരപ്പ് ചേർക്കാം. ഇതിപ്പോൾ നമ്മുടെ തക്കാളി കഷ്ണങ്ങൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. തക്കാളിയുടെ പുളിയൊക്കെ ഇറങ്ങുകയും ചെയ്തോളും. ഓവറായിട്ട് പുളി വരില്ല കേട്ടോ, നന്നായിട്ട് ഉടഞ്ഞു വരാത്തതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുളി എത്ര വേണോ അതനുസരിച്ച് തക്കാളിയുടെ അളവ് തീരുമാനിക്കുക. അതുപോലെ തന്നെ തക്കാളി കുക്ക് ചെയ്തെടുക്കുന്നതും എത്രത്തോളം വേണമെന്ന് തീരുമാനിക്കുക. തക്കാളി കുക്കാവുന്നതനുസരിച്ച് പുളി കൂടുതലായിട്ട് കറിയിലേക്ക് മിക്സ് ആയി വരും. ഇനിയിപ്പോൾ ഞാൻ ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. പിന്നെ വൻപയർ ആയതുകൊണ്ട് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവുമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നുള്ളൊരു പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തരയ്ക്കുക കേട്ടോ. അപ്പോൾ പേടി ഉണ്ടാവേണ്ട ആവശ്യമില്ല. വൻപയറിന് മിക്ക ആളുകൾക്കും ഗ്യാസിൻ്റെ പ്രോബ്ലം ഒരു പേടിയാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനൊന്ന് ഉപ്പ് ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് കുറച്ച് കുറവാണ്. ഉപ്പ് ചേർത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നമ്മുടെ കറിയിൽ നിന്ന് നന്നായിട്ട് ആവി വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് വറവ് ചേർക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. ഉള്ളിയുടെ കളറൊന്ന് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചേർക്കാം. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ വറവ് കറിയിലേക്ക് ചേർക്കുകയാണ്.
നമ്മുടെ കറി ദാ റെഡി ആയി കഴിഞ്ഞു. അടിപൊളിയായിട്ടുള്ള വൻപയർ തക്കാളി കറി റെഡിയായി. നിങ്ങൾ ഇതുപോലെ വൻപയർ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അതിനുശേഷം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഒന്ന് ചൂട് മാറി വരുമ്പോൾ യൂസ് ചെയ്യാം കേട്ടോ. നല്ല ചൂടോടെ തന്നെ അല്ല, കറി ഉണ്ടാക്കിയിട്ട് 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ യൂസ് ചെയ്യുക. അതിനുശേഷം ചോറിൻ്റെ കൂടെയാണോ പുട്ടിൻ്റെ കൂടെയാണോ എന്തിൻ്റെ കൂടെയാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായതെന്നൊന്ന് പറയുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.